എല്ലാവർക്കും നമസ്കാരം. ഏഷ്യാനെറ്റിന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. റസ്മിൻ പുറത്തേക്ക്. അപ്പോൾ റസ്മിനിലോട്ട് വരാം, അതുപോലെ തന്നെ ജാസ്മിനും പുറത്തേക്ക്. അപ്പോൾ ഇന്ന് ഇവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് പുറത്തോട്ട് പോവേണ്ടത്. എന്തായാലും പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് ആണ്. മിക്കവാറും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ റസ്മിന് ചിലപ്പോൾ ഒരു വാർണിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞ കാർഡ, പച്ച കാർഡ, ചുവപ്പ് കാർഡ, കറുപ്പ് കാർഡ എല്ലാം എടുത്ത് കൊടുത്തിരുത്താനുള്ള ഒരു പ്ലാനുമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ചിലപ്പോൾ നേരെ നോമിനേഷനിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജയിലിലോട്ട് എന്തെങ്കിലും ആക്കാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്നത് പോലെ റസ്മിനെ പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല. പറഞ്ഞു വിടണമായിരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ റോക്കിയെ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഓരോരുത്തരെ സ്പോട്ടി പറഞ്ഞു വിട്ടതുപോലെ പറഞ്ഞു വിടണം. റോക്കി സ്പോട്ടി പറഞ്ഞു വിട്ടില്ലേ, കൂടുക എടുത്തുകൊണ്ട് അതുപോലെ പറഞ്ഞു വിടണം. പിന്നെ റസ്മിൻ ചെയ്തത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കായികറികളാണ് ഈ റസ്മിൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ആര് ചെയ്താലും ഫിസിക്കൽ അസോൾട്ട് റസ്മിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അസോൾട്ടും ഇല്ല. പിന്നെ ഈ പറയുന്ന ജാസ്മിനും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട്. ജിൻഡോയെ അടിച്ചു, എന്നിട്ട് ചോദിച്ചു പോലുമില്ല. ചോദിച്ചു പോലുമില്ല. അതാണ് എനിക്ക് ഡൈജസ്റ്റ് ചോദിച്ചു പോലുമില്ല. ജിൻഡോയ്ക്ക് അത് പരാതി ഉണ്ടെന്നോ അല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. നൈസായിട്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കി വിട്ട്. എന്തിന്? കറുത്ത കാക്കയെന്ന് ജിൻഡോയെ കളിയാക്കിയ ജാസ്മിനെ ചോദ്യം ചെയ്യാൻ പോയ അഭിഷേകിനെ വരെ വായ് മൂടിച്ചു ബിഗ് ബോസ് കത്തയച്ചു കൊടുത്തു. ഇതാണ് പുറത്തു വന്ന ന്യൂസ്. മനസ്സിലായല്ലോ? അഭിഷേക് ഇന്റർവ്യൂവിൽ എന്ന് പറഞ്ഞ കാര്യമാണ്. ആ കാര്യം അവിടെ ചർച്ചയെ അഭിഷേക് പോയപ്പോൾ അഭിഷേകിന് കത്ത് കൊടുത്ത് വാടപ്പിച്ചു. ഇതാണ് ചെയ്തത്. ഇതാണല്ലേ, ഇതാണ് എത്തിക്സ്. ജാസ്മിൻ ചെയ്ത ഹോ ഹോ ഒന്നുമില്ല, മറ്റവൻ ചെയ്ത ഹോ ഹോ എല്ലാം ഉണ്ട്. ഈ സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. റസ്മയും ജാസ്മിന്റെ നൂല് പിടിച്ചിരുന്നുകൊണ്ട് അവളെ പുറത്താക്കില്ല. ഗബ്രിയെ കുറെ കാലമായിട്ട് അകത്തിട്ട് തട്ടിക്കളിച്ച പോലെ അവനെ പിന്നെ കിണ്ടിയെറിഞ്ഞ്. ഇതുപോലെ ഇനി ലാസ്റ്റ് ജാസ്മിന്റെ നൂലിരിക്കുന്ന ഓരോന്നിനായിട്ട് കിണ്ടിയെറി ലാസ്റ്റ് കപ്പെടുത്ത് കയ്യിൽ കൊടുത്തു വിടും. ഇതാണ് പ്ലാൻ. പിന്നെ ജാസ്മിൻ ഇന്ന് പുറത്ത് പോണം എന്ന് പറയുന്നതിന്റെ കാരണം, ഇന്ന് ഫിസിക്കൽ അസോൾട്ട് പഴയ കേസ്, അതെന്തായാലും തിരിഞ്ഞു നോക്കിയില്ല. ഇത് അവളായിട്ട് അവള് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ആ സാധനമാണ്, അത് മറക്കരുത്. എന്തായാലും വീഡിയോ കൊടുക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6. അപ്പോ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കാൻ പോവാണ്. സ്വാഭാവികമായിട്ട് ഗബ്രി പുറത്തു പോയതോടുകൂടി ജാസ്മിൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ വീക്കില്, അതായത് ഈ വീക്കെൻഡിൽ ചിലപ്പോ തിരിച്ചു വരുമെന്നുള്ള ഒരു കാര്യത്തിലാണ്. ഗബ്രി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ജാസ്മിൻ കൈവിട്ടിട്ടില്ല. ചലഞ്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിഥികളായിട്ട് വന്നവർ വഴിയൊക്കെ ചില സൂചനകൾ കിട്ടിയിട്ടും ജാസ്മിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ പറഞ്ഞത് ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, താൻ ക്വിറ്റ് ചെയ്ത് പോകുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് ജാസ്മിൻ ആ വിഷയത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുക? ഗബ്രി തിരിച്ചു വരില്ല എന്ന് കാണുമ്പോൾ മാനസികമായി തകർന്ന് ഗബ്രിയെ മിസ് ചെയ്യാൻ കഴിയാതെ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമോ, അതോ ജാസ്മിൻ ആ പറഞ്ഞ കാര്യങ്ങൾ മറന്ന് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുമോ? ഇതാണ് നോക്കാനുള്ളത്. ജാസ്മിൻ ക്വിറ്റ് ചെയ്യരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, കാരണം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ പറഞ്ഞത് അങ്ങനെയാണ്, ഗബ്രി അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമുക്കിന്നറിയാം ക്വിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം എവിടെ കൂടിയെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ ക്വിറ്റായി. മനസ്സിലായി? കുറച്ചെങ്കിലും ഉളുപ്പ്. നീ ഇത്രയും നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ അഭിനയിച്ചല്ലോ. ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി കപ്രിയുടെ കാമ്പായം പിടിച്ചത് അവനെ പുറത്താക്കി. ഇവൾ ഒരുത്തി കാരണമാണ് അവൻ ഇത്രയും നെഗറ്റീവും സോഷ്യൽ മീഡിയയിൽ കിട്ടിയതും, പിന്നെ അവൻ്റെ കയ്യിലിരിപ്പ് അത് മെയിൻ കിട്ടിയതും. ഈ പറയുന്ന പോലെ അവൻ ഇത്ര നേരത്തെ പുറത്തായത് ഇവൾ ഒരുത്തി കാരണമാണെന്ന് ഞാൻ ഉറപ്പിച്ചോളൂ. ജിൻഡോ അത് പറഞ്ഞപ്പോൾ അവന്റെ മേക്കിട്ട് അവൾ കയറി. എൻ്റെ അടുത്തായിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർത്താനെ സംസാരിച്ച്. മനസ്സിലായോ? അത് ജിൻഡോ അവനെ വായത്ത് അവൾ അടിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൻ പെട്ടുപോയി. അവൻ എണീറ്റ് പോകേണ്ടൊരവസ്ഥ വന്നു. പക്ഷെ അവൾ ഒരുത്തി കാരണമാണ് ഈ ഗബ്രി പുറത്തായത്. എന്നിട്ട് അവൻ പുറത്തു പോയതിനു ശേഷം അവന്റെ ഫോട്ടോ എടുത്ത് വെച്ച അഭിനയം എന്തുവാണ് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടുന്ന വെറും ചീപ്പ് പട്ടി ഷോ. ഇതാണ് അവൾ അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരുന്നത്. വെറും പട്ടി ഷോ. എന്നിട്ട് അവളുടെ ന്യായീകരണം, എന്നിട്ട് അവന്റെ ഫോട്ടോ എടുത്ത് പുതപ്പിന്റെ അടിയിൽ മറ്റേ ഇടയിലൊക്കെ കൊണ്ടുപോകണുണ്ട്. എന്നിട്ട് അവളൊരു ഡയലോഗ് പറഞ്ഞു, ഈ ആഴ്ച ഗബ്രി വന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് പോകണം, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ഇനി പോകും, എനിക്കിനി ഇവിടെ നിൽക്കണമെങ്കിൽ ഗബ്രി വേണം. ഗബ്രിയുടെ നിക്കർ ഞാൻ കൊണ്ട് മറ്റേ സ്റ്റോർ റൂമിൽ കൊടുത്ത്, ഗബ്രിയുടെ നിക്കർ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിക്കറും പോയി, ഞാനും പോയി, എല്ലാം പോയി, അവൻ്റെ മാലയും പോയി, അവൻ്റെ അരിഞ്ഞാനും പോയി, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗബ്രി ഇല്ലെങ്കിൽ ഇവളെന്ന് പോകുമെന്നാണ് പറഞ്ഞത്. കുറച്ചെങ്കിലും നിന്റെ വാക്കിന് നിനക്കല്ലേ നാട്ടിലിന് ഉറപ്പുണ്ടെങ്കിൽ നീ പുറത്തു പോകണം. മനസ്സിലായോ?
കുറച്ചെങ്കിലും എവിടെ കൂടി വാക്കിന് വില, എന്തെങ്കിലും ഒരു ക്വാളിറ്റി, സ്വന്തം വാക്കിനും വിലയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലപാടെന്ന് പറയുന്ന സാധനം എന്തെങ്കിലും നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇന്ന് നീ പുറത്ത് പോകണം. മനസ്സിലായോ? ഇത്രയും നീ വാച്ചാളം അടിച്ചതല്ലേ. പിന്നെ അതുപോലെ പോകുമ്പോൾ കൂടെ നിന്നെ മറ്റേ ഫിസിക്കൽ അസോൾട്ട്, നിന്റെ ഹെൽമറ്റ് വരെ അടിച്ച് തെറിപ്പിച്ചു, നിനക്കത് കിട്ടേണ്ടതായിരുന്നു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഫിസിക്കൽ അസോൾട്ടാണ് നിന്റെ കൂട്ടുകാരി റസ്മിൻ ചെയ്തത്. അതുകൊണ്ട് ലവളും പോണം പുറത്ത്. രണ്ടും കൂടി കൂടും കുടുക്കുകയും ബാഗും പെട്ടിയും കിടക്കെ എടുത്ത് ഇന്ന് പോകണം. എങ്കിൽ ഞാൻ ബിഗ് ബോസിനെ എണ്ണീറ്റ് ഇന്നൊരു തല്ലൂട്ടടിക്കും. സത്യം, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടും എനിക്ക് ബിഗ് ബോസിനെ. സീരിയസ്ലി ഞാൻ പറയുക. കാരണം ഇത് രണ്ടും റോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ വെറും ചീപ്പ് കളിയാണ് കളിക്കുന്നതെന്ന് ഞാൻ പറയും. ഇവളുടെ ഒരു ഇത് പിടിച്ചിട്ട് ഇപ്പം കുറച്ച് നന്മപരമാവാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായ? ഇത്രയും ദിവസം ഒരു ചീപ്പ് കളിയാണ് അവൾ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പുറത്ത് നല്ല നെഗറ്റീവാണ് ജാസ്മിനും ഗബ്രിക്കെന്നും അറിഞ്ഞതും, പിന്നെ ഗബ്രി എവിക്റ്റ് ആയതും കൂടിയൊക്കെ കണ്ടപ്പോൾ ദൈവമേ ഇനി ഇവരെ കൂടെ വന്നു കഴിഞ്ഞാൽ അരിയും മണ്ണെണ്ണയും തേയ് എന്ന് മനസ്സിലായി. അങ്ങനെ കളി മാറ്റി പിടിച്ചു. പക്ഷേ ജാസ്മിനെതിരെ ആവുമ്പോൾ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് റസ്മിൻ വിചാരിച്ചത്. നിന്റെ ചീപ്പ് ഷോയും നാട്ടുകാർക്ക് മനസ്സിലാവും. ജനങ്ങൾ പൊട്ടന്മാരല്ലേ. നമുക്ക് ഒരാൾ കാണിക്കുന്ന സ്നേഹത്തിലായാലും സഹതാപത്തിലായാലും ദേഷ്യത്തിലായാലും അതിൽ ജെനുവിനിറ്റി ഉണ്ടോ, അത് സത്യസന്ധമായതാണോ എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മൾ പൊട്ടന്മാരല്ല. ഈ ജാസ്മിൻ്റെയൊക്കെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി അഭിനയം. മറ്റേ എന്തിന് DJ സിബിൻ തന്നെ പറഞ്ഞല്ല, ഇമ്മാതിരി അഭിനയമൊന്നും കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് അല്ലേ. അമ്മാതിരി അഭിനയോട് അത്ര ഫ്രോഡ് കളിയാണ് ഈ ജാസ്മിനും ഗബ്രി അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഗബ്രി പോയി. ഇനി കാരണം ഈ ജാസ്മിന്റെ കൂടെ നിൽക്കുന്നതിനൊക്കെ പതുക്കെ തട്ടിക്കളഞ്ഞ് ജാസ്മിനെ കൊണ്ട് ഒതുക്കി അവസാനം കപ്പെടുത്ത് കൈ കൊടുക്കാനാണ് പ്ലാൻ. നടക്കത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ അവിടെ നിലവിൽ അങ്ങനെ പറയത്തക്ക ഭയങ്കര മാസ്റ്റർ പ്ലേ ഒന്നും ആരുമില്ല. പക്ഷേ ജിൻഡോ അവനാണ് കപ്പിന് അർഹൻ നിലവിൽ എന്ന് ഞാൻ പറയും. മനസ്സിലായി? സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ അവനായിരുന്നു അർഹൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്യാവശ്യം നല്ല എന്റർടൈൻമെന്റും നല്ല ജെന്യൂനായിട്ടും നല്ല സംസാരിക്കാനും കാര്യങ്ങൾ ഗൗരവമായി ഡീൽ ചെയ്യാനും അവനുണ്ടായിരുന്നു. പക്ഷെ ജിൻഡോ അങ്ങനെ ഒരു പാവം ആ ഒരു ക്യാരക്ടർ ലെവലിൽ അവൻ കിടക്കുകയാണ്. അതവൻ്റെ ഗെയിമാവോ അവൻ്റെ അഭിനയമാവോ എന്തോ വാട്ട് ഇറ്റ് ഈസ് അവൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ജാസ്മിനെ പോലെ ഇമാതിരി ചീപ്പ് നാടകം അവൻ അഭിനയിക്കുന്നില്ല. ഒരു സാധാരണക്കാരനായി വന്ന് ഇമാതിരി ലെവലിലൊക്കെ എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ അവൻ ചെറിയ കുത്തിത്തിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇന്ന് നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ എവിടെ കൂടിയെങ്കിലും ലെവലാശം നിനക്ക് ഉളുപ്പ് തീണ്ടിയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് പോകണം. അതുപോലെ നിന്റെ കൂട്ടുകാർ റസ്മിനെയും പുറത്താക്കണം. ലാലേട്ടൻ പ്ലീസ്, പ്രതീക്ഷിക്കുന്നു. പക്ഷെ പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുറത്ത് പോകുമായിരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ അന്ന് തന്നെ പുറത്ത് പോകണമായിരുന്നു. പിന്നെ ഇതിനിപ്പോൾ വച്ച് നീട്ടിയിട്ട് എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാനാണ് ചാൻസ്. ഡയറക്റ്റ് നോമിനേഷനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള കാർഡ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാനാണ് പോസിബിലിറ്റി കൂടുതൽ. ഞാൻ എങ്കിലും പ്രതീക്ഷിക്കുന്നു. എനിക്കൊരു ഹോപ്പുണ്ട് ലാലേട്ട, പ്ലീസ് ബിഗ് ബോസിനോട് എനിക്കൊരു ഹോപ്പുണ്ട്. ഇതിനെ രണ്ടിനെ എന്ന് പറഞ്ഞുവിടാ. ജാസ്മിൻ ഇന്നത് പറയണം. ജാസ്മിന് ബിഗ് ബോസ് അല്ല പറഞ്ഞു വിടേണ്ട, ജാസ്മിൻ ഇന്നത് പറയണം. ലാലേട്ട എനിക്ക് ഗബ്രി ഇല്ലാതെ ഇത്രയും ദിവസം നിൽക്കാൻ ഇനി പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് നിനക്ക് നട്ടലിനോടൊപ്പമുണ്ടെങ്കിൽ നീ പറയണേ. ഇന്ന് പറയണം, നാളെ അല്ല, ഇന്ന് പറയണം. നീ നട്ടലിനോടൊപ്പമുണ്ടെങ്കിൽ ഇന്ന് നീ പറയണം ലാലേട്ട എനിക്ക് പറ്റില്ല, ഗബ്രിയില്ല. കാരണം അത് നോക്കട്ടെ. പിന്നെ ബിഗ് ബോസ് പിടിച്ച് ഉപദേശിച്ച് വീണ്ടും തിരിച്ച് വലിഞ്ഞു കയറി അകത്തോട്ട് വരല്ല. ആ വഴി അങ്ങ് പൊക്കോണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.